ചാപ്റ്റർ 1 ലാർജ് നമ്പർ അറൗണ്ട് അസിലെ 6th ക്വസ്റ്റ്യൻ്റെ സി ബിറ്റ് ആണ് ചെയ്യാൻ പോണത്. ഈ എയും ബിയും ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതിലെ ബാക്കിയത്തെ സി സെക്ഷൻ ആണ് ഇന്നിപ്പോൾ എടുക്കണേ. അപ്പോൾ അത് അതിന് മുന്നത്തെ എയും ബിയും ഒന്ന് കണ്ടു നോക്കുക. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഡിജിറ്റിൻ്റെ കാര്യം പറയുന്നത് 1, 2, 3 അപ് ടു 11 വരെ അല്ലെങ്കിൽ എക്സെട്ര അങ്ങനത്തെ നമ്പേഴ്സ് എഴുതുമ്പോൾ 10th നമ്പർ എഴുതുമ്പോൾ അതിൽ 10th ഫസ്റ്റ് 1 ഡിനോട്ട് ചെയ്യുന്നത് 10th ഡിജിറ്റിനെയും 0 ഡിനോട്ട് ചെയ്യുന്നത് 11th ഡിജിറ്റിനെയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1000th ഡിജിറ്റ് ഏതായിരിക്കും, അതിൻ്റെ നമ്പർ ഏതായിരിക്കും, നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് 1000th ഡിജിറ്റ് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ millionth ഡിജിറ്റ് ഏതായിരിക്കും അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. When would you have written the digit 5 for the 5000th time? ഈ 5000th ടൈമിൽ 5 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പർ എപ്പോഴാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ആ ഡിജിറ്റ് 5 എന്ന് പറയുന്നത് 5000 തവണ എഴുതുന്ന നമ്പർ ഏതാണ്, എപ്പോഴാണ്? വെൻ വുഡ് യു ഹാവ് റിട്ടൺ, എപ്പോഴാണ് നമ്മൾ അത് എഴുതാൻ പോകുന്നത്? 5000 തവണ 5 വരുന്ന ആ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കുറേയൊക്കെ നമുക്ക് അസംഷൻ വഴിയേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ 1 മുതൽ എണ്ണി എടുക്കുക. ഇപ്പോൾ 1 മുതൽ 9 വരെ എടുക്കുകയാണെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പർ ഒരു വട്ടേ വന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി 10 മുതൽ 99 വരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യാം. അപ്പോൾ 15ലാണല്ലോ പിന്നെ ആദ്യത്തെ 5 തന്നെ. 15, 25, 35, 45, 55, 65, 75, 85, 95 വരുമ്പോഴത്തേനും 9 ആണ് വന്നത്. പിന്നെ നമുക്കറിയാം ഈ 50 മുതൽ 59 വരെയിൽ 5 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 55ൽ ഒരു 5 നമ്മൾ എടുത്തു, അതിൻ്റെ അകത്ത് വീണ്ടും ഒരു 5 വരുന്നുണ്ട്. അത് എണ്ണി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഒക്കറൻസ് കിട്ടും. അപ്പം നമ്മൾ 101 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് കിട്ടും? 20 ടൈംസ് 5 എന്ന് പറയുന്ന നമ്പർ എഴുതുന്നുണ്ട്. ഇവിടെ തന്നെ 15 മുതൽ 95 വരെ നമുക്ക് 19, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19 കിട്ടും. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. അപ്പം മൊത്തം 1 മുതൽ നമ്മളിപ്പം 100 വരെ എടുക്കുകയാണ്, അല്ലെങ്കിൽ 1 മുതൽ 100 വരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 5 എന്ന് പറയുന്ന നമ്പർ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 20 വരെ കിട്ടി. ഇനി അടുത്തത് നമ്മൾ 100 മുതൽ 99 വരെ എടുക്കുക. ഈ 100 മുതൽ 99 വരെ എടുക്കുമ്പോൾ 1's പ്ലേസ് ഉണ്ട്, 10's പ്ലേസ് ഉണ്ട്, 100th പ്ലേസ് ഉണ്ട്. 3 പ്ലേസസ് വരുന്നുണ്ടല്ലോ. 1's പ്ലേസിൽ 5 വരുന്നത് 90 പ്രാവശ്യമാണ്. സമയമുള്ളവർ അത് കൗണ്ട് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, കൗണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി 10's പ്ലേസിൽ 5 എത്ര തവണ വരുന്നുണ്ട്? അതും 90 ടൈംസ് വരുന്നുണ്ട്. ഇനി നമ്മൾ 100th പ്ലേസ് നോക്കണമല്ലോ. 100th പ്ലേസിൽ ഈ 5 എന്ന് പറയുന്ന നമ്പർ 100 പ്രാവശ്യമാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പം മൊത്തം എത്ര വരും? 90 + 90 + 100. 90 + 90 + 100 എന്ന് പറയുമ്പോൾ 280 ടൈംസ് ആണ് അത് വരുന്നത്. 280 ടൈംസ് വരുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് 280 ആണ് വന്നത്. ഇനി ബാക്കിത്തെ വരുന്ന മൊത്തം വരുമ്പോൾ 90 + 90 + 100 എന്ന് പറയുമ്പോൾ 280 ആണ് വന്നത്. ഇനി അടുത്ത ഇത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ആഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ 20 നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 280 കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തം എത്ര കിട്ടും? 300 ആണ് വന്നത്. അപ്പം നമ്മൾ 1 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 5 ഡിജിറ്റ് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 300 ടൈംസ് ആ നമ്പേഴ്സ് വരുന്നുണ്ട്. ഇനി അടുത്തത് 4 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കുക. 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1000 മുതൽ 9999 വരെയാണ് വരുന്നത്. അത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1's പ്ലേസ്, 10's പ്ലേസ്, 100's പ്ലേസ്, 1000's പ്ലേസ് 3 നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. 3 അല്ല 4 ഡിജിറ്റ് കൗണ്ട് ചെയ്യണം. 1's, 10's, 100's, 1000. ഈ 4 ഡിജിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1's പ്ലേസിൽ അത് എത്ര തവണ വരുന്നുണ്ട്? 900 ടൈംസ് വരുന്നുണ്ട്. 10's പ്ലേസിൽ 900 ടൈംസ് വരുന്നുണ്ട്. 100th പ്ലേസിലും 5 എന്ന് പറയുന്ന ഡിജിറ്റ് 900 ടൈംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 5000 മുതൽ 599 വരെ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1000 ടൈംസ് വരുന്നുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പറിൽ ഒരു നമ്പർ കൂടുതലായിരിക്കും. കാരണം 555 എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൽ 1000s ആണ് വരുന്നത്. അപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. 900 + 900 + 900 + 1000. അപ്പം നമുക്ക് എത്ര കിട്ടും? ഈ 1000 മുതൽ 9999 വരെ
നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 4000 നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. 4000 വരും. അത് ഒന്നാമത്തെ നമ്പർ മുതൽ 9999 വരെ അല്ലെങ്കിൽ 10,000 വരെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 4000 ആണ് വന്നത്. ഇതിന്റെ അകത്ത് ആദ്യത്തേല് നമ്മൾ ഓൾറെഡി 300 വരെ കണ്ടുപിടിക്കേണ്ടത്. 1000 മുന്നേ വരെ 300 കണ്ടുപിടിച്ചിട്ടുണ്ട്. 1000 മുതൽ 9999 വരെ നമുക്ക് എത്ര കിട്ടി? 3700 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 4000 കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ 9999 വരെ എത്ര തവണ ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്? 4000 ടൈംസ് ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 10,000 ഓൺവേർഡ്സ് നോക്കുക. അവിടെ നമ്മൾ മൊത്തം ഇനിയിപ്പം 99,000 വരെ നോക്കേണ്ട കാര്യമില്ല. 4000 അടുത്ത് എത്തിയില്ല. 10,000ന്റെ അകത്ത് നമ്മൾ എടുക്കുമ്പോൾ 10,001 മുതൽ ഈ 10,999 വരെ നോക്കുമ്പോൾ അതിന്റെ വൺസ് ഡിജിറ്റ് എന്ന് പറയുന്നത് 100 ടൈംസും, ടെൻസ് ഡിജിറ്റില് 100 ടൈംസ്, തൗസൻഡ്സ് ഡിജിറ്റില് വൺസ് ടെൻസ്, 100ല് അത് വരുന്നത് 100 ടൈംസ് ആണ് വരുന്നത്. അപ്പൊ 100 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വൺസ് ഡിജിറ്റ് 100, പിന്നെ 100, പിന്നെ 100. അപ്പം 3 ഡിജിറ്റ് വരെ നമുക്ക് നോക്കുമ്പോൾ എത്ര കിട്ടി? ടെൻസ് ഡിജിറ്റ് വരെ നമുക്ക് 4300 കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെറ്റ് നോക്കുകയാണ്. ഇത് ഫുള്ള് നമുക്ക് 99,000 വരെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 4300 വരെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമ്പർ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏത് എടുക്കണം? 11,000 മുതൽ 11,999 വരെ വെക്കുക. അതിന്റെ അകത്ത് യൂണിറ്റ് പ്ലേസ് വൺസ് ഡിജിറ്റിൽ മാത്രം 5 എത്ര വട്ടം വരുന്നുണ്ട്? 100 ടൈംസ് വരുന്നുണ്ട്. ടെൻസ് ഡിജിറ്റിൽ 100 ടൈംസ് വരുന്നുണ്ട്. പിന്നെ ഹൺഡ്രഡ്സ് ഡിജിറ്റിലും ഹൺഡ്രഡ്സ് പ്ലേസിലും എത്ര വരെ വരുന്നുണ്ട്? 100 വരെ വരുന്നുണ്ട്. ഇവിടെ 100 വരെ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓരോ 100 വരുമ്പോഴും 100 നമ്പേഴ്സ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അവിടെ തൗസൻഡ്സ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ കൂടെ 4300ന്റെ കൂടെ 300 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4600 കിട്ടി. ഇനി അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നത് 12,000 മുതൽ 12,999 വരെയാണ്. അവിടെയും നമ്മൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെയും എത്ര ടൈംസ് വരും? 100 ടൈംസ്. അടുത്തതിലും 100 ടൈംസ്. ടെൻസ് കഴിഞ്ഞിട്ട് പിന്നത്തേലും 100 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4900 കിട്ടി. ഇനി അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് നോക്കുമ്പോൾ ഇനി ഒരു 100 മാത്രം മതിയല്ലോ 5000 ആവാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് നോക്കി വെച്ചാൽ മതി? വൺസ് ഡിജിറ്റ് മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പൊ 1000, 13,005. അടുത്തത് വരുമ്പോൾ 13,015. എല്ലാത്തിന്റെ വൺസ് ഡിജിറ്റ് മാത്രം നോക്കി വെച്ചാൽ മതി. അങ്ങനെ വൺസ് ഡിജിറ്റ് എഴുതുമ്പോൾ എത്ര തവണ വരുന്നുണ്ട്? 100 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ആൻസർ വരുന്നത്? ടോട്ടൽ 5000 ടൈംസ് 5 എന്ന് പറയുന്ന നമ്പർ വരുന്നത് ഏതിലാണ്? 13,995ലാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് എത്ര 5s ഉണ്ടായിരിക്കും? ഈ 13,995 എന്ന് പറയുന്ന നമ്പർ എഴുതുമ്പോഴത്തേനും നമുക്ക് 5000 5s നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ നമ്മൾ 10,000 മുതൽ എടുക്കുന്നത് ഓരോ ഹൺഡ്രഡ്സ് വീതം വെച്ചാണ്. 10,000 മുതൽ പിന്നെ വരുന്നത് 11,100 11,000 ആണ് പിന്നെ നോക്കുന്നത്. 11,000 ഓരോന്നും സെപ്പറേറ്റ് ആണ് നോക്കുന്നത്. കാരണം മൊത്തം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. 10,000 മുതൽ ആദ്യം നമ്മൾ എന്ത് നോക്കി? 10,999 വരെ നോക്കി. പിന്നെ 11,000 മുതൽ 11,999 നോക്കി. പിന്നെ നമ്മൾ 12,000 നോക്കി. പിന്നെ നമ്മൾ 13,000 നോക്കി. ഇതിൽ ഓരോന്നിലും നമ്മൾ എത്രയാണ് നോക്കണത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 300 കിട്ടി. അടുത്തതിലും 300 കിട്ടി. പിന്നത്തേലും നമുക്ക് 100 മതി. അപ്പുറത്തേലും നമുക്ക് 5000 ആവും. അപ്പൊ ഇതെപ്പോഴും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു ഓർമ്മയിൽ നിൽക്കുക. ഓരോ ഇത് വരുന്നത് 100 ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 90 ആണെന്ന് ഓർത്ത് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഫൈനൽ ആൻസർ വരുന്നത് 13,995 ആണ്. അപ്പൊ ഈ 3 വീഡിയോസും 2 or 3 വട്ടം ഒന്നോടെയും ചെയ്തു നോക്കുക. എന്നാലേ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ക്വസ്റ്റ്യൻ. എഴുതി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സാമിന് നമുക്ക് നടക്കില്ല. അത് കാരണം ഇത് ഓൾറെഡി ഓർത്ത് വയ്ക്കുക.